ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ചപ്പാത്തിക്ക് പൂരിക്കൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ടൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ പോണത്. ഒട്ടുമിക്ക ആരും ചിലപ്പോൾ ഇങ്ങനൊരു ചമ്മന്തി ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, ചിലവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ കുറച്ച് നാളായിട്ടോ ഇങ്ങനെ ഒന്ന് കഴിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ എല്ലാവർക്കും എത്തണമല്ലോ. അങ്ങനെ ഞാനെന്താ നടും ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സബോളയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ചെറിയ 2 സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തക്കാളി ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഗ്യാസ് കത്തിച്ച് നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചീനച്ചട്ടിലേക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട് മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ തക്കാളി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കമഴ്ത്തിയിട്ടാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ പൊട്ടലും ചുറ്റിലൊക്കെ ഉണ്ടാവും. തക്കാളിയിലുള്ള വെള്ളം വെളിച്ചെണ്ണയിലാകുമ്പോഴുള്ള ഒരു പൊട്ടലും ചുറ്റിലും. അത് കഴിഞ്ഞ് പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് കുരുകുരാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. സവാളയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2, 3, 4 സവാളയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുരുകുരാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടോ കഴിക്കുക. അപ്പോൾ എനിക്ക് ചപ്പാത്തി നല്ല ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ മൈദ ചപ്പാത്തിയാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം സെറ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് ആ സൈഡും കൂടി നന്നായിട്ട് ഇതായിട്ട് വരുമ്പോൾ അതിൻ്റെ തോലിങ്ങനെ പൊളിഞ്ഞ് വരാൻ വിധത്തിലായിരിക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ തോലെടുക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇത് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് പൊളിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ തോലും കൂടി നമ്മൾ മാറ്റി വയ്ക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും തോല് നല്ല വൃത്തിക്ക് എടുത്ത് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. നന്നായിട്ട് മുറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എരിവ് വേണ്ടവർക്ക് പച്ചമുളക് വേണമെങ്കിൽ കീറിയിടാം, അല്ലാത്തവർക്ക് മുളക് പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ 2 സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എരിവ് വേണം, അതുകൊണ്ട് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി ഫുള്ളായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു നാരങ്ങ മുഴുവൻ എടുത്താലും കുഴപ്പമില്ല. ഒരു പുളിപ്പുണ്ടെങ്കിലും ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്